ചരിത്രപ്രസിദ്ധമായ അനന്തപത്മനാഭൻ്റെ മണ്ണിലാണ് നമ്മൾ. അനന്തപത്മനാഭൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് നേടും, ആര് വാഴും, ആര് വീഴും എന്നൊക്കെ നമുക്ക് നോക്കാം. ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ, ആർക്കൊപ്പം ഈ ജനതതി? ഹലോ, എന്തുകൊണ്ടാണ് വിശേഷം? ശേഷം ഇലക്ഷൻ ചൂട്, ഭയങ്കര ചൂട്, ഇലക്ഷൻ ചൂട്, മേളിൽ ചൂട്. എന്നിട്ട് ഈ ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹോട്ടലിലിരിക്കാം, നമുക്ക് ജീവിക്കണ്ടേ? ഇലക്ഷൻ നാളെ കഴിയും, മറ്റന്നാൾ കഴിയും. എന്നാലും ആരായിരിക്കും തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നത്? ആര്? പന്ന്യൻ രവീന്ദ്രൻ ജയിക്കണമെന്നാണ്. പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്നാണ് ആഗ്രഹം. ജയിക്കണം. അല്ല, മറ്റു രണ്ടും കോടീശ്വരന്മാർ. ഇത് പാവപ്പെട്ടവൻ ജയിക്കണം. നമ്മളെ പാവപ്പെട്ടവൻ്റെ കൂടെ വേണം. പേരെന്തുവാ? സുഗു. എത്ര നാളായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നു? ഇവിടെ അല്ല, ഞാൻ ഈസ്റ്റോട്ടിലാണ്. തിയേറ്ററിൻ്റെ ബാഗിൽ വർഷങ്ങളായി, 48 കൊല്ലം. പിന്നെ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രികോണ മത്സരമല്ലേ? ത്രികോണ മത്സരം. ആരായിരിക്കും ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശശി തരൂരിൻ്റെ ആണല്ലോ. ആര് വരണം? രാജീവ് ചന്ദ്രശേഖരന് സാധ്യത പറയുന്നു. അതും ഉണ്ട്. പറയാൻ പറ്റില്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ. അല്ല, നല്ല ചുമന്നതാണ്. അപ്പം ചുമന്ന ചിന്തകളുമാണ് അല്ലേ? ഇത് താമര. പക്ഷെ പേരൊക്കെയാ താമര. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയുണ്ട്? ഒരു വോട്ടിന്റെ അവകാശം രഹസ്യമായിട്ട് എന്നാലും ആര് ജയിക്കുന്നൊരു ആഗ്രഹം പറ. നമ്മൾ എന്നൊന്ന് ജോലി ചെയ്താൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. മൂന്ന് പേര് ഒന്നിനൊന്നിനും മിച്ചം. അതില് ഇപ്പൊ കോൾ നോക്കിയിട്ട് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. കാരണം ഈ പന്ന്യൻ രവീന്ദ്രന്റെ കാലത്ത് എയിംസ് ഇവിടെ വരാൻ വേണ്ടി, നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരാൻ വേണ്ടി ശ്രീമതി ടീച്ചർ കോഴിക്കോട്ട് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പന്ന്യൻ അവിടുത്തെ പാർലമെന്ററി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ പന്ന്യൻ അതിനെ അവിടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് BS ആണ് മുഖ്യമന്ത്രി. BSനെ ഇടപാട് ചെയ്തിട്ട് പിന്നെ സീതിവാരനെ കണ്ട്, അവരെല്ലാം മന്ത്രിയാണ്. അന്ന് എല്ലാ മന്ത്രിമാരെയും കണ്ട്, MLAരെയൊക്കെ കണ്ട് ഇതിനെ പറഞ്ഞൊപ്പിച്ച് അവിടെ ചെന്ന് പിന്നീട് അതിനെ എടുപ്പിച്ച് 200 കോടി രൂപ അനുവദിപ്പിച്ച് എയിംസിന് വേണ്ടി. എയിംസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുശേഷം 15 വർഷം ശശി തരൂർ അവിടെ ഇരുന്നിട്ടും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ കാലാകാലങ്ങളിൽ 2 സർക്കാർ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അതായത് നമ്മളെ വിഴിഞ്ഞം തുറമുഖം, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളവരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇതില് ശ്രീമാൻ അച്യുതാനന്ദൻ സാറ് കല്ലിടാൻ വന്ന സമയത്ത് അദ്ദേഹം ഈ MP-മാർക്കും MLAമാർക്കും പിന്നെ അനുമതി കൊടുത്ത്. പക്ഷേ ഇതിൽ ഈ അനുമതിയിൽ MLA വന്നിട്ടുണ്ട്, പക്ഷേ ഈ MP ഈ സ്ഥലത്ത് പോലും കണ്ടിട്ടില്ല. ശശി തരൂർ ഈ സ്ഥലത്ത് പോലും കണ്ടിട്ടില്ല. ഈ 3 പ്രാവശ്യം 15 കൊല്ലം തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ വികസനം അന്തർദേശീയ പൗരനാണ്. അന്തർദേശീയ പൗരൻ തന്നെ. പക്ഷെ അദ്ദേഹം ഇവിടെ തിരിഞ്ഞു നോക്കൂല. മറുപടി വീണ്ടും ഇലക്ഷൻ വരുമ്പം അങ്ങനെ പൊക്കിയെടുത്തോണ്ടിവിടെ വരും. അല്ലാതെ അങ്ങനെ ഈ നാട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു പോയാൽ ഈ നാട്ടിനൊരു വളർച്ചയും ഉയർച്ചയും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളെ പരിപൂർണ്ണ വിശ്വാസം. ശശി തരൂർ ഇന്ന് വരെ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജയിച്ച ഉടനെ തന്നെ എല്ലാം പറക്കി കെട്ടി അങ്ങ് പോകും. ഈ ശ്രീപത്മനാഭ സ്വാമിയെ കൊണ്ട് സത്യം ചെയ്ത് പറയാണ്, 1.5 വർഷം ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല. ശശി തരൂരിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നിച്ച്, പക്ഷെ പന്ന്യന്റെ കാര്യത്തിൽ ഒന്നിക്കുന്നില്ല. രാജീവ് ചന്ദ്രന്റെ കാര്യത്തിൽ, തുറമുഖത്തിന്റെ കാര്യത്തിൽ കല്ലിടാൻ പോയ സമയത്ത് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് ഇത് ഞാൻ പറഞ്ഞ. എനിക്ക് 27 കൊല്ലം. അതിന് മുന്നേ ശമ്പളം കൊടുത്ത ലാസ്റ്റ് വർക്കിംഗ് ഡേ 30-ാം തീയതി എന്ന് പറയുമ്പോൾ കാശ് കൊടുക്കും. 28,000 തൊഴിലാളി ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റാ. ഇപ്പൊ എത്ര തൊഴിലാളി ഉണ്ട്?
സുഹൃത്തെ ചോദ്യം പറയാ ഇവിടെ സാമ്പത്തിക പ്രസിഡന്റ് അത് കേന്ദ്രം പൈസ കൊടുക്കുന്നില്ലെന്നാ പറയുന്നത്. കേന്ദ്രം പൈസ കൊടുക്കുന്നില്ല. ഞാൻ പറയാനല്ലേ ഇവിടെ സാമ്പത്തിക പ്രസിഡന്റ് എന്ന് പറയുന്നത് കണക്ഷൻ എത്രയാ ഒരു ദിവസം നിങ്ങൾ അടിയാവണ്ട. അടിയാവേണ്ട കാര്യം പത്മനാഭ സ്വാമിയുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് സാറേ ഞങ്ങൾക്ക് വേറൊരു കാര്യമുള്ളത്, ഇത് ഈ രണ്ട് പാർട്ടികളും ചമന്ന് താഴ്ന്ന് തള്ളാൻ പോവുകയാണ്. ഇനി മൂന്നാമതൊരു മുന്നണി ഇവിടെ വളരണം. ആ വളർച്ച കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പത്മനാഭൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം നമുക്ക് ഈ രാഷ്ട്രീയമൊക്കെ ഒന്ന് പറയാം. വാ ഇറങ്ങുമോ? വേറെന്തുവാ? എൻ്റെ പേര് സുലൈമാൻ. സുലൈമാനൊക്കെ ആര് ജയിക്കും തിരുവനന്തപുരത്ത്? ഇവിടെ തർക്കമില്ലാത്ത വിഷയമാണ് ശശി തരൂർ ജയിക്കും. ഈ പിന്നെ ന്യൂനപക്ഷ വോട്ട് വളരെ നിർണായകമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട് പക്ഷേ പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരിനുമായി ഭിന്നിച്ചു പോയാൽ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ജയം കൂട്ടും എന്ന് നിരീക്ഷിക്കുന്നവരും ഉണ്ട്. ഉണ്ടാവും. ആ നിരീക്ഷണം പല രീതിയിലാണല്ലോ. പക്ഷേ നമ്മുടെ നിരീക്ഷണത്തിൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കൃത്യമായി വാങ്ങിയിരിക്കും, ജയിക്കും. അതിനകത്ത് വേറെ 1,00,000 മേളിൽ ഭൂരിപക്ഷം കാണും തവണ. കാരണം ഇപ്പോഴത്തെ ന്യൂനപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വ്യത്യസ്തമാണ്. കേരളത്തിൽ മൊത്തം UDF തരംഗമാണ്. UDF തരംഗമാണ്. എനിക്ക് എൻ്റെ സഖാവ് ജയിക്കണമെന്നാണ്. പന്ന്യൻ രവീന്ദ്രൻ തീർച്ചയായിട്ടും ഞാൻ അത് ആഗ്രഹിക്കുള്ളൂ. ചുമന്ന ഉടുപ്പിട്ടുകൊണ്ട് എന്നപ്പോഴേ അറിയാം. ചുവന്ന ഉടുപ്പെന്നുള്ളതല്ല, 14 വയസ്സിൽ ചുവപ്പ് കൊടിയാണ് ഇഷ്ടപ്പെട്ടത്. ഇന്നും അങ്ങനെ തന്നെ പോകുന്നു. ജയിക്കണത് ആരാ? എന്നാലും എൻ്റെ സഖാവ് ജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. പാവപ്പെട്ടവൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു സഖാവ്. ശരി, എൻ്റെ സഖാവ് കൊള്ളാം. തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മായൻകുട്ടി, എന്നെ മൂസാക്ക എന്ന് വിളിക്കും. മൂസാക്ക മായൻകുട്ടി. ഓക്കെ, നമ്മൾ ഈ പത്മനാഭ സ്വാമിയുടെ മുമ്പിൽ വന്നു നിന്നുള്ള ഈ തെരുവിലെ അഭിപ്രായങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിബിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഉണ്ട്. ശശി തരൂരിനോട് ആവേശം കാണിക്കുന്നവരുണ്ട്, ഒപ്പം രാജീവ് ചന്ദ്രശേഖരനോട് ആവേശം കാണിക്കുന്നുണ്ട്, പന്ന്യൻ രവീന്ദ്രനോട് ആവേശം കാണിക്കുന്നുണ്ട്. അതായത് ഇത് തന്നെ ഒരു ലിറ്റ്മസ് ആണ്, ഇത് തന്നെ ഒരു പരിച്ഛേദമാണ് ഒരർത്ഥത്തിൽ. കാരണം ഈ തിരുവനന്തപുരം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ കൃത്യമായൊരു ത്രികോണം, വാശിയേറിയ ത്രികോണം. അത് നമ്മളിപ്പോൾ പ്രതികരണം ആരാഞ്ഞത് താഴെത്തട്ടുള്ള സാധാരണക്കാരായ കച്ചവടക്കാർ, വഴിയാത്രക്കാർ, അവരാണ് ഈ അഭിപ്രായം പറഞ്ഞത്. തിരുവനന്തപുരത്തിൻ്റെ പൊതു ട്രെൻഡായി നമുക്ക് വിലയിരുത്താം. അതാണ്, ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയാണ് കൃത്യമായി. നമുക്ക് ഈ ചേട്ടനോടൊന്ന് ചോദിക്കാം, എന്തുണ്ട് വിശേഷം? ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. ഇത് തന്നെ ചൂടത്താ, ഇലക്ഷൻ ചൂട്. ചൂട് നാളെ കഴിയുമ്പോൾ അറിയാം ആരാണ്, അല്ലേ? 4 വരെ കാത്തിരിക്കണം. പക്ഷെ എന്നാലും ആര് വന്നാലും നമ്മളെ വെള്ളവനീതി ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ ആര് ജയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെതാണ് വരുന്നത്. പക്ഷേ ഇവരാരും വന്നിട്ട് കാര്യമല്ല. ഇനിയൊരു അവസരം BJP കൂടെ കൊടുത്ത് നോക്കണം. അവരും കൂടെ വന്നു. ശശി തരൂരാണ് ജയിക്കാൻ സാധ്യത, പക്ഷേ BJP ജയിക്കാനാണ് ചേട്ടൻ ആഗ്രഹം. ബിനു അവരും കൂടെ ഒന്ന് വന്ന് നോക്കട്ടെ. ഞാൻ 10, 35, 40 വർഷം. അവരും കൂടെ കേന്ദ്രത്തിൽ വന്നല്ലോ 2 ടൈം. അല്ല, ഇവിടെ കേരളത്തിലും കൂടെ ഒന്ന് വന്ന് നോക്കട്ടെ. അപ്പൊ അറിയാലോ. ഇവര് മാറിയും തിരിഞ്ഞു ഒരാൾ വന്നും കൊണ്ട് 9 പേരെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. 9 പേര് ഉണ്ടെങ്കിൽ 9 പേരും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്തൊക്കെ നടക്കുമെന്ന് അറിയാം. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവരും കൂടെ വന്ന് ഇവർ മാറിയും തിരിഞ്ഞൊക്കെ വന്നിട്ട് നമ്മൾ നടക്കണം. ഈ പ്രാവശ്യം മാക്സിമം നോക്കും. എല്ലാവരും മടുത്ത് ഇവരെ രണ്ടുപേരെയും ഈ ഭരണങ്ങൾ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് നമുക്കൊന്നും പറയാം പറയാൻ പേടിയാ? പേടിയല്ല, വേണ്ട. ആര് ജയിക്കുമെന്നെങ്കിലും പറ, ഒരു പ്രവചനം നോക്കിയിട്ട് BJP. പെട്രോൾ അടിക്കാൻ പോകാത്തോണ്ട് അത് അറിയാത്തത്, വില കയറുന്നത് അല്ലേ? അല്ല, അതല്ല, അതുകൊണ്ടല്ല. ശരി, ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യും.
തിരുവനന്തപുരത്ത് ആര് ജയിക്കണമെന്ന് ആഗ്രഹം? പന്നിയൻ. ശരി, ജയിക്കും, പന്നിനെ ജയിക്കൂ. ഉറപ്പാണ്. BJP ജയിക്കുമോ? ഇല്ല. ആറ്റിങ്ങൽ ജോബി ഉണ്ട്. ആറ്റിങ്ങൽ ജോബി സഹാവും ജോയി. അപ്പം രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമാണ്. അല്ലല്ലോ, അറിയാന്നുള്ളതുകൊണ്ട് പറഞ്ഞു. ആറ്റിങ്ങൽ ജോയി, അപ്പോൾ LDF. ഇവിടെ പന്നിയൻ, അപ്പോൾ LDF. അപ്പോൾ കേരളത്തിൽ എത്ര സീറ്റ് LDF കള്ളൻ? ഷാൻ ആര് ജയിക്കണമെന്ന് ആഗ്രഹം തിരുവനന്തപുരം? പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. പന്നിയൻ. ഓ, കട്ട സഖാക്കളാ. ഇത് നമ്മൾ സ്ഥിരം കാണണം, നമ്മളെ ചേട്ടനല്ലേ. ഏതാ? ആരാ? അല്ല, ചാനൽ ഏതാ? കേരള വിഷൻ സ്ഥിരം കാണും. ഓക്കെ, ചേട്ടൻ ബെറ്ററാണ്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? കാരണം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഓട്ടോ തൊഴിലാളികൾക്കാണ് അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? സ്ട്രോങ് ആയിട്ട് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആര് ജയിക്കാനാ സാധ്യത? അതൊന്നും പറയാൻ പറ്റൂല. മുൻതൂക്കം ആർക്കാ? മുൻതൂക്കം ഇപ്പോൾ ഞാൻ വന്ന് CIT കാരനാണ്. ഞാൻ പറയും പന്നിയൻ രവീന്ദ്രനാണ് മുൻതൂക്കം എന്ന് പറയും. അപ്പം അങ്ങനെ ഓരോ ആൾക്കാരും ഓരോരോ പാർട്ടിയുള്ള ആൾക്കാരാണ്. അവർ ആ രീതിയിൽ ഓട്ടോക്കാരിങ്ങനെ പേടിച്ചു പോകല്ലോ. ധൈര്യമായിട്ട് പറ. എൻ്റെ പേര് അൽത്താഫ്. എവിടാ വീട്? ഞാൻ പൂന്തുറ. പൂന്തുറ. ഓ, പൂന്തുറ ഭയങ്കര ഫേമസാണ്. ഭയങ്കര ക്യാമ്പസാണ്, വോട്ടിംഗ് ക്യാമ്പസാണ്. അപ്പം UDF-നാണോ പൂന്തുറ മൊത്തം അനുകൂലം? തീർച്ചയായും. കാരണം പല ഘട്ടങ്ങളിലും പൂന്തുറ ഭാഗങ്ങളിലും കൈവിട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഇത്തവണയും കൈവിടത്തില്ല. ശശി തരൂർ തന്നെ കൺഫേം ആണ്. ചേട്ടനോ? രാജീവ് ചന്ദ്രശേഖരനാണ് കൂടുതൽ സാധ്യത. പുതിയ മാറ്റങ്ങൾ വരണ്ടേ? ഓക്കെ. ഇവിടെ UDF-ആ? LDF. വീട് എവിടാ? ഞാൻ ആറ്റുകാല്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? ആര് ജയിക്കും? ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമെന്നാണ് പറയുന്നത്. പ്രതീക്ഷ പന്നി തന്നെ ജയിക്കും. ഇപ്രാവശ്യം പദ്യം തന്നെ ജയിക്കും. ആണല്ലേ? തിരുവനന്തപുരം കൂടുതൽ വികസിക്കാൻ ആര് വരണം? ഞാനായിട്ട് തീരുമാനിച്ചിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങളും എൻ്റെ ഭാഗമല്ലേ? നിങ്ങളുടെ ആഗ്രഹം പറ. ആഗ്രഹം ആര് വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അത്രേ ഉള്ളൂ. നിതിനെ, ഇത് പത്മതീർത്ഥക്കുളം, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ പ്രവിശാലമായ കുളം. ചരിത്ര പ്രസിദ്ധമാണ്. നിരവധി ഇവിടെ ട്രഷറൊക്കെ നമ്മൾ അറകളൊക്കെ തുറന്നതിന് ശേഷം ഇതിനകത്തൊക്കെ വലിയ പരിശോധനകളൊക്കെ അന്ന് നടത്തിയതാണ് അല്ലേ? അങ്ങനെ വലിയ ചരിത്രപരമായ പ്രസക്തി ഉണ്ട് ഇതിന്, ഈ കുളത്തിന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ ഐതിഹ്യമുണ്ട്. അത് മാത്രമല്ല ഇവിടെ പല വിവാദങ്ങളും നടന്നിട്ടുണ്ട്. പണ്ടൊരാൾ മരണം, അടക്കം, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ നമ്മളിങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും പത്മനാഭൻ്റെ മുമ്പിൽ വരിക തീർത്ഥക്കുളത്തിൽ. ഇതോളം തന്നെ ആഴവും പരപ്പുമാണ് ഇവിടുത്തെ ജനമനസ്സ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ത്രികോണ. പക്ഷേ എന്നാലും പന്നിയൻ്റെ സാധ്യത, രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യത, ശശി തരൂരിൻ്റെ സാധ്യത, ഇതൊക്കെ ഇങ്ങനെ വേർതിരിക്കുമ്പോൾ നേരിയ മേൽക്കൈ ശശി തരൂരിനുണ്ടോ? തീർച്ചയായും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളിൽ രാജീവ് ചന്ദ്രശേഖരൻ അല്പം മേൽക്കൈ നേടുമെങ്കിലും അത് ശശി തരൂർ മറികടക്കുക തീരദേശ മേഖലയിലൂടെയാണ്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശശി തരൂരിന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ മനസ്സിനകത്തും ഇപ്പോഴുള്ളത്. പക്ഷേ ഈ തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, തൊഴിലാളി വർഗമൊക്കെ നല്ല രീതിയിൽ പന്നിയൻ എൻ്റെ സഖാവ് എന്നൊക്കെ പറയുന്നത് അതാണ് നമ്മൾ എടുത്തത്. അവരൊരു സ്വന്തക്കാരനെ പോലെയാണ് പന്നിയൻ രവീന്ദ്രനെ കാണുന്നത്. ശരി, നമുക്ക് മറ്റുള്ള പ്രദേശങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. അവിടുത്തെ ആളുകളുടെ മനസ്സും നമുക്ക് വിലയിരുത്താം. അതെ. ഇവിടെ ആര് ജയിക്കാനാ സാധ്യത തിരുവനന്തപുരത്ത്? അറിയാൻ വയ്യ. നമ്മൾ രാവിലെ വരുന്നു, രാത്രി പോകുന്നു. അതുകൊണ്ട് എന്നാലും ഇവിടുത്തെ വികസനം, ഇവിടെ വരുന്ന ആൾക്കാർ പോക്കൊക്കെ കറക്റ്റായിട്ട് വികസനം അറിയാം. കറക്റ്റായിട്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല സാർ. ആ കാര്യത്തിലോട്ടൊന്നും നല്ലത് ഇവിടെ അങ്ങനെ ചോദിച്ചാലേ അറിഞ്ഞൂടാ. മൂന്നും ഒരുപോലെയാണ്. വോട്ട് ചെയ്യണം, പോകണം. അതുണ്ട്. അത് നമുക്ക് വലിയ നിശ്ചയമില്ല ആരാണ്, എവിടെ നിന്നാണ്, ഏത് രീതിക്കാണ്. കാരണം ഓരോരുത്തരുടെ മൈൻഡ് പല രീതിക്കാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ നോക്കുന്ന ആൾക്കാരെല്ലാം ഒരാൾ BJPക്ക് പറയും, ഒരാൾ കമ്മ്യൂണിസ്റ്റിന് പറയും, ഒരാൾ കോൺഗ്രസ്. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ?
തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ഈ പറയാം. നമ്മളിപ്പോൾ എഴുത്തുകുത്തും മറ്റ് നികുതിയൊക്കെ കൂട്ടിയല്ലോ, കരങ്ങളൊക്കെ അല്ലേ? കരം കൂട്ടി. അപ്പോൾ അതിനുശേഷം എങ്ങനെയാ ഈ ആധാരം എടുത്തത്? കുറവാണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് ആരാണ് കൂടുതൽ സാധ്യത? രാഷ്ട്രീയം പറയാൻ പറ്റില്ല. അല്ല, ഈ ചേട്ടനെ കണ്ടിട്ട് VR കൃഷ്ണയ്യരുടെ ഒരു ഘട്ടമുണ്ട് അല്ലേ? VR കൃഷ്ണയ്യരുടെ ആരെങ്കിലും ആണോ? അല്ല. പേരെന്തുവാ? പേര് നടരാജൻ. ഇവിടെ താണോ വീട്? ഇവിടെ. പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഒരു മുഖച്ഛായ തോന്നി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നേരത്തെ? ഇന്നലെ മിനിങ്ങാന്ന് ഒരാൾ പറഞ്ഞിങ്ങനെ. പിന്നെ നടരാജൻ ചേട്ടൻ്റെ ഒരു നിഗമനത്തിൽ തിരുവനന്തപുരം ഏത്? നമുക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ല. വോട്ട് ചെയ്യുക, അത് അപ്പോൾ കണ്ട പോലെ ചെയ്യുക. നമ്മളെ നേരത്തെ തീരുമാനിച്ചല്ല വോട്ടിന് പോകുന്നത്, അവിടെ ചെന്നിട്ടാണ്. അല്ല, നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാവും, ഇല്ലാതെ ഇരിക്കും. എന്നാലും നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നുന്നു അതനുസരിച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. പേരെന്തുവാ? വിവേകിന് ഇവിടുത്തെ വികസനത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് കാണത്തില്ലേ? ദേശീയമായ ഒരു കാഴ്ചപ്പാട് കാണത്തില്ലേ? അപ്പോൾ ആർക്കൊപ്പമാണ് തിരുവനന്തപുരം നിൽക്കേണ്ടത്? ആഗ്രഹം പറയാമല്ലോ. ഒരുപോലെയാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിലോ? ഒരുപോലെ നിൽക്കുന്നത് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റും. വെച്ചാൽ പല രീതിയിലുള്ള ആൾക്കാരും നമ്മളുമായിട്ട് ബന്ധപ്പെടും. നമ്മളൊരു അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയായില്ല എന്നുള്ളത് അതൊരു കാര്യം ശരിയാ, നമ്മുടെ ബിസിനസിന്റെ ഭാഗം. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? ഇത് ഇന്നെടുക്കുന്ന വായ്ക്കുറി അതുണ്ട്. ഇത് 1 കോടി രൂപ. 1 കോടി രൂപ അടിക്കുമോ? ഇതെടുത്താൽ അടിക്കുമോ? ഈ ഭാഗ്യക്കുറി പഴയത് കണക്ക് സമ്മാനം അടിക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് സത്യമാണോ? ചേട്ടൻ്റെ പേരെന്തോ? കുമാർ. എവിടാ വീട്? എവിടാ വീട്? പാവച്ചമ്പ. അപ്പം മറ്റന്നാളല്ലേ വോട്ടിടാമോ? ഇവിടെ ആര് ജയിക്കും? ജയിക്കാൻ സാധ്യത? BJP വരുന്നു. നമസ്കാരം സാറേ, എന്തുണ്ട്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഗംഭീരമാണ്. പിന്നെ ത്രികോണ മത്സരം ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു? ആണോ? അല്ല, നിങ്ങൾക്ക് ത്രികോണ മത്സരം ഇപ്പം തോന്നുന്നു? ത്രികോണ മത്സരം ഒന്നുമല്ല, നമ്മൾ ജയിക്കും. ത്രികോണ മത്സരത്തിൻ്റെ കാര്യമൊന്നുമില്ല, ജയിക്കും, പൂർണ്ണമായിട്ട് ജയിക്കും. ഈ പ്രധാനമായിട്ടും ഈ ദേശീയ രാഷ്ട്രീയം, പിന്നീട് ഈ മണ്ഡലത്തിൻ്റെ വികസനം, ഇതെല്ലാം സമ്മേളിക്കുമ്പം ഇതിന് രണ്ടിനും ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനുണ്ട്. ഉണ്ടല്ലോ, ഇടതുപക്ഷമാണിതിൽ വളരെ പ്രധാനം. ഞാൻ 40 മാസക്കാലം MP ആയിരുന്നു. അന്ന് ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ പുസ്തകമായിട്ട് അച്ചടിച്ച് കൊടുത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു വിഷമവുമില്ല. നമ്മൾക്ക് ജനപിന്തുണയുണ്ട്, അത് നമുക്ക് വോട്ടായിട്ട് മാറും. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള പ്രചരണത്തിലൊക്കെ വലിയ എഡ്ജ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടി എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അതവരെ പ്രഖ്യാപനമല്ലേ. പക്ഷെ 5 വർഷക്കാലം അയാൾ കേന്ദ്രമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം ആളുകൾ അറിയല്ലോ. ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് അയാൾക്ക് തിരുവനന്തപുരം വന്നൊരു സ്ഥലമുണ്ടെന്ന് അറിയില്ലല്ലോ. ഇപ്പം ഇനി കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ആരെ കാര്യം നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുന്ന? അദ്ദേഹത്തിൻ്റെ കാര്യം നടത്താനല്ലേ വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സാക്ഷാൽ മോഡി RSSകാരൻ്റെ ഭാഷയിലല്ലേ സംസാരിക്കുന്നത്. അതായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പം സംസാരിക്കുന്നത് കേട്ടാൽ RSSന് തീരുമാനം അദ്ദേഹം പറയും പോലെ. അദ്ദേഹം ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു പോവുക. മാത്രമല്ല, ഈ ന്യൂനപക്ഷത്തിന് ആശങ്ക ഇടതുപക്ഷത്തിനാകുമോ കേരളത്തിന് അനുകൂലമാകുന്നത്? ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ടും. പിന്നെന്താ, ഇടതുപക്ഷത്തിന് മാത്രമേ അവരെ കൂടിയുള്ളൂ. കേരളത്തിൽ മാത്രമല്ലേ നിങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയും. കേരളത്തിൽ മാത്രമല്ലേ ഇവിടെ മനുഷ്യനായിട്ട് പെരുമാറും. മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ ആദ്യം ചോദിക്കുക നീ ഏത് മതമെന്നാണ്. മതത്തെക്കുറിച്ച് ആദ്യം ചോദിക്കുക. ഉദാഹരണം ഞാൻ പറയാം, ഷാജി എന്ന പേര് കേട്ടാൽ അപ്പോൾ ചോദിക്കും ഷാജി, ഏത് ഷാജി? ഷാജി ഹിന്ദുവിനുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അപ്പോൾ ആ സംശയം വേണമെങ്കിൽ ആ സംശയം പരിശോധിക്കാനുള്ള മാർഗം പോലും
ഈ ഹിന്ദി മേഖലയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്ര മോശമാണ് ഇന്ത്യ. ഇന്ത്യൻ്റെ സ്ഥിതി അത്ര മോശമാണ്. ഈ മോഡി ഭരണത്തിൽ വന്നതിന് ശേഷം RSSകാരുടെ സംഘപരിവാറിൻ്റെ ഭരണമായി ഇവിടെ നടക്കുന്നത്. ഇപ്പം മോഡി സംസാരിക്കുന്നത് RSSകാരുടെ ശബ്ദത്തിലാണ്. അതാ ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്നൊരു മാറ്റം കേരളത്തിലേ ഉള്ളൂ. അതിന് കാരണം ഇടതുപക്ഷത്തിൻ്റെ പിൻബലമുള്ളതുകൊണ്ടാണ്. ഇടതുപക്ഷം എന്ത് സഹിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തെ ഈ ചിറകിനുള്ളിൽ ഒതുക്കിയിട്ട് കൊണ്ടുപോകും. അതിന് കഴിയുന്ന അവർക്കറിയാം. അതുകൊണ്ട് നമ്മളിവിടെയുണ്ട്. അപ്പം എത്ര ത്രികോണ മത്സരം ഉണ്ടായാലും ഈ മണ്ണറിയുന്ന പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയും ഇടതുപക്ഷവും തന്നെയാകും ജൂൺ 4-ന് തിരുവനന്തപുരത്ത് നിന്ന് വിജയിക്കുക, ജനപ്രതിനിധിയാവുക അല്ലേ? എനിക്ക് സംശയമില്ല. ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ നമ്മൾ നിയമസഭയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സെക്രട്ടേറിയറ്റ് ആയിരുന്നു പണ്ടൊക്കെ നിയമസഭ. പിന്നീട് അതിനുശേഷം നിയമസഭയ്ക്ക് മാത്രമായി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇവിടാണ് ജനപ്രതിനിധികൾ. ഇവരുടെ ഒക്കെ പ്രതിനിധികളാണ് 20 പേരായി, ഇവരുടെയൊക്കെ കൂടി പ്രതിനിധികളാണ് 20 പേരായി ലോക്സഭയിലേക്ക് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലം നമ്മൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. എന്ത് തോന്നുന്നു ഇതിന്? തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം. BJP, NDA, LDF, UDF, രാജീവ് ചന്ദ്രശേഖരൻ, പന്ന്യൻ രവീന്ദ്രൻ, സിറ്റിംഗ് MP ശശി തരൂർ തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നമ്മൾ വോട്ടർമാരുടെ മനസ്സറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേരിയ എഡ്ജ് ശശി തരൂരിന് ഇപ്പോഴുമുണ്ട്. പക്ഷേ അതെങ്ങോട്ടും മാറിയാനുള്ള സാധ്യത കൂടി അട്ടിമറിയും അടിയൊഴുക്കും അനുസരിച്ചിരിക്കും. ആ അടിയൊഴുക്കായിരിക്കും തിരുവനന്തപുരത്തിന്റെ ജനവിധി നിശ്ചയിക്കുക. ആര് ജയിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ തിരുവനന്തപുരം കീഴടക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.